കുടുംബങ്ങളിൽ പൊതുവെ നമ്മൾ കാണുന്നതാണ് ഒന്ന് അൺഫോർഗീവ്നെസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുറിവുകളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്, പക്ഷെ പൊറുക്കാൻ പറ്റുന്നില്ല, അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ, പ്രൈഡ്, ഈഗോ, പിന്നെ ഈ പറഞ്ഞ ശരി ശരി ഇതാണ് ശരി എന്ന് പറയുന്ന വാശി പിടിക്കുന്നത്, ഇതൊക്കെ കുടുംബങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? പാപം ഭരിക്കുകയാണ് കുടുംബങ്ങളെ. സിൻ റെയിൻസ്. ആദ്യം ക്ഷമിക്കുന്നതാരോ അവിടെ തിരുവുദ്ധാനത്തിന്റെ പ്രകാശം വീട്ടിലേക്ക് വരും. വഴക്കുണ്ടാക്കിയിട്ട് ഒരു ദിവസമായി മിണ്ടാതിരുന്നിട്ട് രണ്ടുപേർക്കും എന്താ എളിമപ്പെടാൻ പറ്റുന്നില്ല, മരിക്കാൻ പേടിയാണ്. പ്രത്യേകിച്ച് ഒരു പ്രായം എത്തിയെന്ന് അവർക്കും ചുറ്റുള്ളവർക്കൊക്കെ അറിയാം, പക്ഷെ പേടിയാണ് മരണത്തെ പേടിക്കാതിരിക്കണമെങ്കിൽ ഉദ്ധിതനെ ധ്യാനിക്കണം. നൊമ്പരമോടെ മറിയമിതാ കല്ലറയെത്തി കണ്ടില്ല, എന്റെ മഹത്വ പ്രഭയെവിടെ, മാനവ സൂര്യാങ്കുരമെവിടെ, സങ്കടമരുതേ മറിയാമേ, ആരും അവനെ എടുത്തില്ല, തീഗോളത്തെ ആരു തൊടും, കടലരമേലാർ ചുവടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ടെഡ് ദ 8th ഡേ, 2ാം നാളിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. നിങ്ങളിത് അല്പം സമയം, എനിക്കറിയാം നമ്മുടെ ആ ആത്മീയതയ്ക്കു വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം കഴിഞ്ഞു അല്ലേ? നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 50 നോമ്പ് അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഗൗരവത്തോടെ പഠിക്കാൻ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആകണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ പ്രലോഭനത്തെ തോപ്പിക്കണം, മറ്റുള്ളവർക്ക് ഇത് സ്നേഹത്തോടെ പങ്കുവയ്ക്കണം, ഇതിൽ പങ്കെടുക്കുക. തിരുവുദ്ധാനമാണ് പ്രിയമുള്ളവരെ സെൻറ്റർ. ഞാൻ ഇന്നൊരു കുടുംബത്തോട് സംസാരിച്ചപ്പോൾ, ഞാൻ ഇപ്പോഴും ഇവിടെ ഓസ്ട്രേലിയയിൽ തന്നെയാണ്, സൺഷൈൻ കോസ്റ്റിലാണ്. ഇന്നിവിടെ കുട്ടികൾക്ക് ധ്യാനമായിരുന്നു. ഒരു 150ഓളം കുട്ടികൾ ഈ ഇടവകയിലെയും കപൂൾച്ചർ എന്ന് പറയും, നമ്മൾ ഈ പറഞ്ഞ 2 പള്ളികളിൽ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞില്ലേ. ആ 2 പള്ളിയിലെ കുട്ടികളുടെ ധ്യാനമായിരുന്നു. അവർക്കൊരു 2 days ധ്യാനത്തേക്കാൾ ഉപരി ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം, ഫെയ്ത്ത് ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. നന്നായിട്ട് കുട്ടികൾ പങ്കെടുത്തു. നാളെയും ഉണ്ട്, പ്രാർത്ഥനയിൽ ഓർക്കണം. മറ്റന്നാൾ യുവജനങ്ങൾക്കുണ്ട്. ഇത് നിങ്ങളെ പ്രത്യേകം ഒന്ന് പ്രാർത്ഥനയ്ക്ക്, കുട്ടികളുടെ യുവജനങ്ങളുടെ കാര്യമാണ് പ്രത്യേകം നിങ്ങളെ പ്രാർത്ഥനയിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഞാനൊരു വീട്ടിൽ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ സംസാരിച്ചത് ഈ തിരുവുദ്ധാനത്തെ മനുഷ്യർ മനസ്സിലാക്കിയില്ലെങ്കിൽ, തിരുവുദ്ധാനത്തെ നന്നായിട്ട് നമ്മൾ ധ്യാനിച്ച് എന്താണ് ഉദ്ധാനത്തിൽ നടന്നതെന്ന് നമുക്ക് നന്നായി മനസ്സിലാകില്ലെങ്കിൽ, ഇറ്റ്സ് ഗോയിങ് ടു അഫക്റ്റ് ദ ഹോൾ സ്പിരിച്വാലിറ്റി. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മുഴുവൻ അത് ബാധിക്കും. ഇപ്പം ഞാൻ പറയുമായിരുന്നു, ഞങ്ങൾ സംസാരിച്ച വഴിക്ക് പറയുമായിരുന്നു, ആരാധനയുടെ കേന്ദ്രം എപ്പോഴും ഉദ്ധാനം ചെയ്ത മിശിഹാ തമ്പുരാനായിരിക്കണം. തീർച്ചയായിട്ടും ഈശോയുടെ കുരിശുമരണം അവിടെ ഉണ്ട്, ഈശോയുടെ മൃതസംസ്കാരം ബെറിയൽ ഉണ്ട്, റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ റിയാലിറ്റിയും അതിൻ്റെ സമ്മിറ്റ്, അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ ക്ലൈമാക്സ് തിരുവുദ്ധാനം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ തിരുവുദ്ധാനത്തിലേക്ക് നോക്കാത്തതിൻ്റെ അപകടം നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ധാരണകളിൽ, നമ്മുടെ ആത്മീയതയിൽ ഒക്കെ വന്നിട്ടുണ്ട്. എടുപ്പിൽ നടപ്പിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ തിരുത്തണം. എപ്പോഴും ഇങ്ങനെ കരഞ്ഞിരിക്കാനാണ് നമുക്കിഷ്ടം, എപ്പോഴും ഇങ്ങനെ കണ്ണീരോടെ നിലവിളിച്ചുകൊണ്ടിരിക്കാനാണ് നമുക്കിഷ്ടം. അതിൽ നിന്ന് മാറാ. കർത്താവ് അതിനെ തോൽപ്പിച്ചു, കർത്താവ് അതിനെ തോൽപ്പിച്ചു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വാക്കതാണ്. ഇന്നലെ ശൂന്യമായ കല്ലറയും പുതിയ സൃഷ്ടിയും നമ്മൾ ധ്യാനിച്ചെങ്കിൽ, കർത്താവിലെല്ലാം പുതിയതാക്കപ്പെടുന്നു, ന്യൂ ക്രിയേഷൻ എന്നത് നമ്മൾ ധ്യാനിച്ചെങ്കിൽ, ഇന്ന് നമ്മുടെ മെയിൻ വേർഡ് ഇതാണ്, വിക്ടറിയാണ്, വിജയമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവ് നേടിയെടുത്ത വിജയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു അഭിമാനം, തൻ്റെ ഇടമുണ്ട്. അതിന്ന് ക്രിസ്ത്യാനിക്ക്, ഈശോയുടെ പിറകെ നടക്കുന്നവർക്ക് അത്യാവശ്യമാണെന്ന് തോന്നിപ്പോകാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഒരു ചെറിയ ഗ്രൂപ്പ് നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മതി, നിങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് ആ ചെറിയ ഗ്രൂപ്പിൽ നിന്ന് മെല്ലെ സ്പ്രെഡ് ചെയ്യട്ടെ. തിരുവുദ്ധാനത്തിലേക്ക് നമ്മുടെ നോട്ടം ഉയരട്ടെ. വിക്ടറി, വിജയമാണത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് വിക്ടറി ഓവർ സിൻ ആൻഡ് ഡെത്ത്. കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിലൂടെ പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും അവൻ വിജയം സ്ഥാപിച്ചു. വിക്ടറി ഓവർ സിൻ ആൻഡ് ഡെത്ത്. വലിയൊരു വിജയമാണ് നമ്മുടെ ധ്യാനം. ചില വിജയങ്ങളുണ്ടല്ലോ, ചില വിക്ടറീസ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നു, വിജയങ്ങൾ ശത്രുവിനെ ഇല്ലാണ്ടാക്കും. ചില വിജയങ്ങൾ ശത്രുവിനെ ഇല്ലാണ്ടാക്കും, പക്ഷേ ചില വിജയങ്ങൾ യുദ്ധഭൂമിയെ തന്നെ മാറ്റി എഴുതും. ചില വിജയങ്ങൾ വിൽ ചേഞ്ച് ഈവൻ ദ നേച്ചർ ഓഫ് ദ ബാറ്റിൽ ഫീൽഡ്. യുദ്ധഭൂമിയെ തന്നെ മാറ്റിമറിച്ചു കളയുന്ന വിജയങ്ങളുണ്ട്. തിരുവുദ്ധാനത്തിൽ കർത്താവ് നേടിയെടുത്ത വിജയം
യുദ്ധഭൂമിയെ തന്നെ, യുദ്ധമുഖത്തെ തന്നെ മാറ്റിക്കളഞ്ഞ വിജയമാണ്. കർത്താവിൻ്റെ തിരുവുദ്ധാനം അത് കേവലം മരണത്തിൻ്റെ മേലുള്ള വിജയം മാത്രമല്ല, മറിച്ച് ഡെത്ത് ഈസ് ട്രാൻസ്ഫോംഡ്, മരണത്തെ തന്നെ മാറ്റിമറിച്ചു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ശത്രുവിനെ പരാജയപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, യുദ്ധഭൂമിയെ തന്നെ മാറ്റിക്കളഞ്ഞു. കർത്താവിൻ്റെ തിരുവുദ്ധാനം മരണത്തിൻ്റെ മേലുള്ള വിജയമെന്ന് മാത്രമല്ല, മരണത്തെ തന്നെ മാറ്റിക്കളഞ്ഞു. ട്രാൻസ്ഫോംഡ് ഈവൻ ഡെത്ത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ മുമ്പ് വരെ മരണം എന്തായിരുന്നു? മരണം അവസാനമായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ ഉദ്ധാനത്തോടെ മരണം എന്തായി? മരണം കേവലം ഒരു പാസേജ് മാത്രമായി, ഒരു കവാടം മാത്രമായി. ഇതിൻ്റെ അപ്പുറത്താരുണ്ട്? കർത്താവുണ്ട്. കർത്താവ് ഇതിലൂടെ കടന്നുപോയി. അടഞ്ഞു കടന്ന മരണമെന്ന അവസാനത്തെ കർത്താവ് തുറന്ന് അതിനെ രൂപാന്തരപ്പെടുത്തി കളഞ്ഞു. യുദ്ധഭൂമിയെ തന്നെ മാറ്റിക്കളയുന്ന വിജയം. അതിന് മുമ്പ് വരെ പാപം ചങ്ങലയായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വിജയത്തോടെ, കർത്താവിൻ്റെ തിരുവുദ്ധാനത്തോടെ പരാജയപ്പെട്ട ഒരു ശക്തി മാത്രമായി പാപം ചുരുങ്ങി. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കോർ ടീച്ചിങ്. രണ്ട് വലിയ ശക്തികൾ ഏതൊക്കെയത്? മരണം, പാപം. കർത്താവ് മരണത്തെയും പാപത്തെയും പരാജയപ്പെടുത്തിയത് മാത്രമല്ല, അതിനെ തന്നെ മാറ്റിക്കളഞ്ഞു. അതിന് മുമ്പ് വരെ പാപം എന്ന് പറഞ്ഞാൽ നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങല. ഇനി പാപം എന്താ? തോൽപ്പിക്കപ്പെട്ട ഒരു ശക്തി. പാപത്തിന് ശക്തിയുണ്ട്, പക്ഷേ അത് ആരും ഓൾറെഡി തോൽപ്പിച്ച് കഴിഞ്ഞതാ? കർത്താവ് തോൽപ്പിച്ച ശക്തി. അതിന് മുമ്പ് വരെ മരണം എന്താ? മരണം അവസാന വാക്ക്. ഇനി മരണം എന്താ? കേവലം ഒരു കടന്നു പോകൽ, ഒരു വാതിൽ, അത്രയേ ഉള്ളൂ. യുദ്ധഭൂമിയെ മാറ്റിക്കളയുന്ന കർത്താവിൻ്റെ അനിതര സാധാരണമായ വിജയത്തിൻ്റെ പേരാണ് തിരുവുത്ഥാനം. തിരുവുത്ഥാനം. ഡെത്ത് മെറ്റ് ലൈഫ് ആൻഡ് ലൈഫ് സ്വാലോവ്ഡ് ഡെത്ത്. ഓർത്തു വച്ചേക്ക്. ഡെത്ത് മെറ്റ് ലൈഫ്. മരണം ജീവനെ ദർശിച്ചു, ജീവൻ മരണത്തെ വിഴുങ്ങിക്കളഞ്ഞു. ഡെത്ത് മെറ്റ് ലൈഫ് ആൻഡ് ലൈഫ് സ്വാലോവ്ഡ് ഡെത്ത്. അതാണ് കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൽ സംഭവിച്ചത്. ഇനി മരണത്തിന് മനുഷ്യൻ്റെ മേൽ ക്ലെയിം ഇല്ലാണ്ടാക്കി കളഞ്ഞു, ഗ്രിപ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ നിമിഷം തൊട്ട്, കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ നിമിഷം തൊട്ട് കല്ലറ ടെമ്പററി ആയിട്ട് മാറി. കല്ലറ താൽക്കാലികമായിട്ട് മാറി. അതിനു മുമ്പ് കല്ലറ അവസാനമായിരുന്നു. ഒരാളുടെ കല്ലറ എന്ന് വെച്ചാൽ അത് അവസാനം. ഇനി കല്ലറ അവസാനമല്ല, താൽക്കാലികമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ചൊല്ലുന്നില്ലേ, കല്ലറിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നതാണ്, കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അതിൻ്റെ അർത്ഥം കല്ലറ താൽക്കാലികമാണ്. അവൻ മരണത്തെ തന്നെ മാറ്റിക്കളഞ്ഞു. നമ്മളിന്ന് പ്രധാനമായിട്ടും ധ്യാനിക്കുന്ന വചനഭാഗം 1 കൊറിന്തോസ്. നിങ്ങളുടെ ബൈബിൾ എടുക്കാവോ? 1 കൊറിന്തോസ് 15-ാം അധ്യായം 54 മുതൽ 54 55 വാക്യം. 1 കൊറിന്തോസ് 15, 54, 55. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. മരണത്തെ വിജയം ഗ്രസിച്ചു. എന്നിട്ട് മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? തിരുവുത്ഥാനം നമുക്ക് നൽകുന്ന തിരിച്ചറിവ് അതാണ്. മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ വിജയം എവിടെ? ഡെത്ത് ഈസ് ഡിഫീറ്റഡ്. കൊളോസോസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം, കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 13-15 വാക്യങ്ങൾ. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. നശിപ്പിച്ചു, തീർത്തു കളഞ്ഞു മരണത്തെ, പാപത്തിൻ്റെ ബന്ധനങ്ങളെ കർത്താവ് കുരിശിൽ തിരുവുദ്ധാനത്തിൽ അവസാനിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം, റെവലേഷൻ, ദ ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 1 വേഴ്സ് 18. വെളിപാട് 1:18 നമ്മളോട് വായിക്കുന്നത്. വെളിപാട് 1:18. ഞാൻ മരിച്ചവനായിരുന്നു,
എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. മെസയ ദ വിക്ടോറിയസ് വൺ, മിശിഹ വിജയശ്രീലാളിതനായി മരണത്തിൻ്റെ മേൽ അവൻ അധിപനായി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞു വന്നത്, ഇന്നലെ പ്രിയപ്പെട്ട ഒരാൾ പറയുകയായിരുന്നു, അശു ഒരല്പം ഇങ്ങനെ കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം കേട്ടോ, അല്പം കട്ടി, പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത് കേട്ട് പറഞ്ഞു ഫൈൻ, ഇപ്പോൾ ഓക്കെ ആയി. രണ്ടാമത് കേട്ടപ്പോൾ ഓക്കെ ആയി. ആദ്യമേ കേട്ടപ്പോൾ അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഒന്നുകൂടെ കേട്ടേക്കണം സമാധാനത്തോടെ ഒന്നിരുന്ന് കേട്ട് നോക്കാൻ. ഒറ്റ കേൾവിക്ക് മനസ്സിലാക്കി അതിൻ്റെ രസം പോകില്ലേ? നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കയറുകയാണ്. അതുകൊണ്ട് ഈ വന്ന കാര്യം ശരിക്കും ഇത് കേവലം ഒരു അറിവല്ല പ്രിയമുള്ളവരെ, ഇത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ശരിക്കും നമുക്ക് പാപമൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുന്നുണ്ട്. ആ നേരത്തും തകർന്നു പോകാതിരിക്കാൻ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കർത്താവ് അവൻ്റെ തിരുവുദ്ധാനത്തിലൂടെ പാപത്തെ, മരണത്തെ തകർത്തതാണ്. അപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റും. കാരണം പാപത്തെ തോൽപ്പിച്ച, മരണത്തെ അവസാനിപ്പിച്ചൊരു കർത്താവ് എനിക്കുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റണം. ഒരു അറിവിൻ്റെ നിലവാരത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അത് മെല്ലെ മാറി വരണം. പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കും. ഇന്ന് കൂടുതലും ആ 5 ഇന്നത്തെ ബ്യൂട്ടി. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ, ഇന്നത്തെ പ്രധാനപ്പെട്ട സുന്ദരമായ കാര്യം, ഈ 5 ഭാഗം പഴയ നിയമത്തിൽ നിന്ന്, പിന്നെ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് നമ്മളൊരു 3 ഭാഗം അവിടെ നിന്ന് ധ്യാനിക്കും. ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ബൈബിളിൽ മുഴുവൻ വരയും കുറിയും കുറിപ്പും ഒക്കെ ആകണം. ആദ്യം ചിന്തിക്കുന്നത് ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 19. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കണം. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. അപ്പോൾ ജനസിസ് 3:19, ആ മൊമെൻ്റ് തൊട്ട് മരണത്തിന് ഗ്രിപ്പ് കിട്ടി മനുഷ്യൻ്റെ മേൽ. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. പാപമാണ് കൊണ്ടുവന്നത്, പാപമാണ് ആ ഗ്രിപ്പ് മരണത്തിന് നേടിക്കൊടുത്തത്. അപ്പോൾ ആ നിമിഷം തൊട്ട് മരണത്തിന് 3 സ്വഭാവം വന്നു. അത് ഓർത്തു വെക്കണം. ഇത് ശ്രദ്ധിച്ചിട്ട് കമലിടാൻ പറ്റുന്നവരുണ്ടോ? മരണത്തിന് 3 സ്വഭാവം ഈ ജനസിസ് 3:19 വന്നു. ഏതൊക്കെയാ? 1, അത് ഇന്നെവിറ്റബിൾ ആണ്, ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിട്ട് മരണം മാറി. അത് ഇന്നെവിറ്റബിൾ ആണ്. 2, അത് യൂണിവേഴ്സലാണ്, അത് സാർവത്രികമായിട്ട് മാറി. 1, മരണം അന്ന് തൊട്ട് ഇന്നെവിറ്റബിൾ, ഒഴിച്ചുകൂടാനാകാത്തതാണ്. 2, അത് യൂണിവേഴ്സൽ, സാർവത്രികമായി. 3, ഫിയേർഡ്, ഭയപ്പെടുന്ന, നമ്മൾ ഭയപ്പെടുന്ന ഒന്നായിട്ട് മരണം മാറി. 3 ഇന്നെവിറ്റബിൾ, സിൻ ബിക്കെയിം യൂണിവേഴ്സൽ, ആൻഡ് സിൻ ബിക്കെയിം സംതിങ് ദാറ്റ് വി റിയലി ഫിയേർഡ്. നമ്മൾ ഭയപ്പെടുന്ന ഒന്നായിട്ട് മരണം മാറി. എന്നാൽ കർത്താവിൽ ഇത് അഴിക്കപ്പെട്ടു. ഇപ്പോൾ മരണം അനിവാര്യമാണെങ്കിലും ആ മരണത്തിനപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. മരണം യൂണിവേഴ്സലാണ്, പക്ഷേ ആ മരണം അവസാനമല്ല. മരണം ഭയപ്പെടേണ്ട ഒന്നല്ല. കാരണം എൻ്റെ കർത്താവ് മരണത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മരണത്തെ തോൽപ്പിച്ചു കളഞ്ഞു. ആദം മരണം കൊണ്ടുവന്നു, മിശിഹ ജീവൻ കൊണ്ടുവന്നു. 2-ാം ആദം ജീവൻ കൊണ്ടുവന്നു. അടുത്തത്, രണ്ടാമത്തത്, ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സ് 9. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. നമ്പേഴ്സ് 21:9, സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യം. ദ ബ്രോൺസ് സർപ്പൻറ്റ്, പിത്തള സർപ്പം എന്തെന്നറിയാമോ? അതിനെ ഓർത്തു വെക്കേണ്ടത് ഈ വാക്ക് ഓർത്തേ, ഹീലിംഗ് ത്രൂ വാട്ട് കിൽസ്. പിത്തള സർപ്പത്തെ ഉയർത്തുമ്പോൾ സംഭവിക്കുന്ന ലോജിക്ക് ഇതാണ്. ഹീലിംഗ് ത്രൂ വാട്ട് കിൽസ്. കൊല്ലുന്നത് എന്താണോ അതിലൂടെ തന്നെ സൗഖ്യം. അവിടെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്താ? സർപ്പം. അപ്പോൾ ആ സർപ്പത്തിനെ ഉയർത്തുമ്പോൾ എന്താണോ കൊന്നുകൊണ്ടിരിക്കുന്നത് അതിനാലെ തന്നെ സൗഖ്യത്തിൻ്റെ ശൈലി. കുരിശിൽ നടന്നു കേട്ടോ. അവഹേളനത്തിൻ്റെ ചിഹ്നത്തെ രക്ഷയുടെ ചിഹ്നമാക്കി മാറ്റി. ഇനി കുറച്ചുകൂടെ ഈ റിസറക്ഷൻ്റെ, ഉദ്ധാനത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വന്നേ. മരണത്തിൻ്റെ, അല്ലെങ്കിൽ കൊല്ലുന്നതിനെ, മരണത്തെ തന്നെ കാണിച്ച്, കൊല്ലുന്നതിനെ കാണിച്ച് സൗഖ്യം, പിത്തള സർപ്പം. ഇവിടെ എന്താണെന്നറിയാമോ?
മരണം അവസാനം, മരണം ഭയം. ആ മരണത്തെ തന്നെ കർത്താവ് എടുത്തുയർത്തി അതിനെ ഡോർവേ ടു ലൈഫ്, ജീവനിലേക്കുള്ള കവാടമാക്കി. അതുവരെ മരണം അവസാനമായിരുന്നു. ആ മരണത്തെ കർത്താവ് ഇങ്ങോട്ടെടുത്തു. അവസാനമായിരുന്ന വാക്കിനെ, നാശത്തിൻ്റെ വാക്കിനെ കർത്താവ് ഇങ്ങോട്ടെടുത്തു. മരണത്തെ എടുത്ത് ആ മരണത്തെ ജീവനിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കവാടമാക്കി മാറ്റി. മരണത്തെ അവിടെ നേരത്തെ കൊല്ലുന്നതിനെ സൗഖ്യത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയെങ്കിൽ ഇവിടെ അവസാനമെന്ന് കരുതിയുന്ന മരണത്തെ എടുത്ത് ഉയർത്തിയിട്ട് മരണത്തെ കവാടമാക്കി മാറ്റുന്നു കർത്താവ്. മൂന്നാമത്തത്, അടുത്തത് പുറപ്പാട്, എക്സഡസ്. പുറപ്പാടിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം, സംഹാരദൂതൻ പാസസ് ഓവർ ഇസ്രായേൽ. മരണദൂതൻ, സംഹാരദൂതൻ ഇസ്രായേലിനെ കടന്നുപോയി, അല്ലേ? അപ്പം ഇസ്രായേൽ അവിടെ നിൽക്കുന്നു, ഒരു ഭവനങ്ങളിലായിരിപ്പുണ്ട്. കുഞ്ഞാടിൻ രക്തം തളിക്കപ്പെട്ടു. കുഞ്ഞാടിൻ രക്തം തളിക്കപ്പെട്ടത് കൊണ്ട് മരണം ഇങ്ങോട്ട് വന്നില്ല, മരണം കടന്നുപോയി. മരണം അതുവഴി അങ്ങ് പോയി. ഉദ്ധാനത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഉദ്ധാനത്തിൽ ഡെത്ത് നോട്ട് മിയർലി പാസ് ഓവർ, മരണം അതുവഴി അങ്ങോട്ട് കടന്നു പോവുകയല്ല ചെയ്തത്, മറിച്ച് കുഞ്ഞാടിൻ രക്തം, പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ രക്തം തളിക്കപ്പെട്ടപ്പോൾ കുഞ്ഞാടിൻ രക്തം ഇവിടെ ഭവനങ്ങളിൽ, മരണം അതുവഴി അങ്ങോട്ട് പോകുന്നു. ഇവിടെ കുഞ്ഞാട് ആ മരണത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ട് മരണത്തെ തകർത്ത് കളയുന്നു. മറ്റത് ഇസ്രായേൽ ഒരു വഴിക്ക്, മരണം വേറൊരു വഴിക്ക്, സേഫാണ്. ഇവിടെ അങ്ങനല്ല, ഇനിയില്ല മരണത്തെ തകർത്തു. കുഞ്ഞാട് മരണത്തിൻ്റെ അകത്തോട്ട് കയറി മരണത്തെ തന്നെ തകർത്ത് കളയുന്നു. അതാണ് മിശിഹായുടെ ഉദ്ധാനത്തിൽ സംഭവിക്കുന്നത്. നാലാമത്തത് നമുക്കൊക്കെ അറിയാവുന്ന ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്, ദാവീദും ഗോലിയാത്തും. ദാവീദ് ആരാ? വളരെ നിസ്സാരനായ ചെറിയ പയ്യനായ ഒരു ഇടയ ചെറുക്കൻ. ഗോലിയാത്ത് ആജാനുബാഹു, ജയന്റ്. എന്താ സംഭവം? ഈ ദാവീദ് ഈശോയുടെ പ്രീ ഫിഗറിംഗ് ആണ്. ദാവീദിൽ ഈശോ മിശിഹായുടെ നിഴലുണ്ട്. എന്താ സംഭവം? വീക്ക്, ബലഹീനനാണ്, ഡിഫീറ്റഡ്, തോൽപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്, ക്രൂസിഫൈഡ്. ദാവീദിനെ പോലെ എളിയവൻ, നിസ്സാരനായിട്ട് അവൻ മാറുന്നു. പക്ഷേ അവൻ മരണമെന്ന ഗോലിയാത്തിനെ തകർത്ത് കളയുന്നു. മരണമെന്ന ഗോലിയാത്തിനെ, അന്ന് ദാവീദ് ഗോലിയാത്തിനെ തകർത്ത് ഇസ്രായേലിന് വിജയം സമ്മാനിച്ചെങ്കിൽ ഇവിടെ മിശിഹാ തമ്പുരാൻ, ബലഹീനൻ, തകർക്കപ്പെട്ടവൻ, കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ, മരണമടഞ്ഞവൻ, അവൻ മരണമെന്ന ഗോലിയാത്തിനെ തകർത്തിട്ട് പുതിയ ഇസ്രായേലിന്, സഭയ്ക്ക് വിജയം സമ്മാനിക്കുന്നു. അഞ്ചാമത്തത് പഴയ നിയമത്തിൽ നിന്ന്, ഇത് വായിക്കാൻ പറ്റുവാണെങ്കിൽ എടുത്ത് വായിച്ചേ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം. അത് കൃത്യം ഈശോയിൽ പൂർത്തിയാകുന്നു വായിക്കാൻ പറഞ്ഞത്. ഹോസിയ 13:14. മരണമേ നിന്റെ മഹാമാരികൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? കഴിഞ്ഞില്ലടാ നിന്റെ അഭ്യാസം. മരണമേ നിന്റെ മഹാമാരികൾ എവിടെ? മരണമേ നിന്റെ സംഹാരം എവിടെ? ഇതിന് സമാനമായ, ഇത് ഈശോയിൽ പൂർത്തിയായി, ഇതിന് സമാനമായ ഭാഷയാണ് നമ്മൾ പൗലോസ്ലീഹായിൽ കണ്ടത്. 1 കൊരിന്തോസ് 15:54. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ എന്ന് ചോദ്യം. അതായത് ഇതൊന്നും ചോദ്യം ചോദിക്കുകയല്ല കേട്ടോ. ഇവിടെ ഹോസിയ ആകട്ടെ, ഹോസിയ മരണമേ നിന്റെ മഹാമാരികൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? പൗലോസ്ലീഹ അവിടെ കൊരിന്തോസ്യരുടെ ലേഖനത്തിൽ മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളാരും ഓർത്തേക്കരുത് ഇത് Q&A സെഷൻ ആണെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നു, അവിടെ നിന്ന് ഉത്തരത്തിന് വെയിറ്റ് ചെയ്യുന്നു. അല്ല, നമ്മൾ കൊച്ചു കാലത്തൊക്കെ ഓർമ്മയില്ലേ, തോറ്റു കിടക്കുന്ന ഒരുത്തനെ കളിയാക്കത്തില്ലേ നമ്മൾ? ഇന്നിപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, മോശമാണ്. പക്ഷേ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കേ. തോറ്റു കിടക്കുക, ഇടിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ വലിയ വീരവാദമൊക്കെ മുഴക്കി ഇടി വെക്കാൻ വന്നതായിരിക്കും. ഇടിയൊക്കെ പിടിച്ചിട്ട് ഇടിച്ച് അവനെ താഴെ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും കൂടെ വട്ടം കൂടി നിന്ന് ചിരിക്കത്തില്ലേ? എടാ എവിടെ പോയടാ? എന്ത് ചെയ്യും? നിന്റെ ശക്തി എവിടെയാണ്? നിന്റെ മസിൽ എവിടെ? എന്ത് ചെയ്യും? നിന്റെ ആരോഗ്യം എവിടെ? അത് ഉത്തരം പറയാൻ വേണ്ടിയല്ല, നിന്റെ ആരോഗ്യം എവിടെന്നൊക്കെ ഞാൻ കണ്ടു, നിന്റെ മസിൽ എവിടെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, നിന്റെ ശക്തി എവിടെയൊക്കെ ഞങ്ങൾ കണ്ടു. കളിയാക്കുക, മോക്കറിയാണ് മരണമേ. അതായത് ഒരിക്കൽ മാനവകുലം ഭയപ്പെട്ട മരണം ഇവിടെ കൊച്ചുകുട്ടികൾക്ക് പോലും പരിഹാസത്തിന്റെ വിഷയമാകുന്നു. മരണമേ
നിൻ്റെ വിജയം എവിടെ, നിൻ്റെ ദംശനം എവിടെ, എവിടെ പോയടാ? കർത്താവ് മരണത്തിൻ്റെ മേൽ നമുക്ക് വിജയം സമ്മാനിക്കുന്നു. ഇത് ഹോസിയ 13:14. പൗലോസ്ലീഹ ഞാൻ പറയാറുണ്ട്, പൗലോസ്ലീഹ തിയോളജിയനാണ്. ഇന്നത്തെ നമ്മൾ തിയോളജി എന്നൊക്കെ പറയുന്നതിൻ്റെ നല്ല വേർഷനാണ് പൗലോസ്ലീഹ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ 3 വാക്യങ്ങളെ പൗലോസ്ലീഹ ഇന്ന് കോട്ട് ചെയ്യുന്നുള്ളൂ, പക്ഷേ അതിനൊരു പ്രോപ്പർ കണക്ഷൻ ഉണ്ട്. അത് ആദ്യമേ പറയാം, അതാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാമല്ലോ. പൗലോസ്ലീഹ ഈ പാപത്തെ, മരണത്തെ അവതരിപ്പിക്കുന്നത് കേവലം ഒരു പർട്ടിക്കുലർ ഇവൻ്റായിട്ടല്ല. പാപം നമ്മളിൽ സംഭവിച്ച ഒരു കാര്യം, മരണം സംഭവിക്കാറുള്ള ഒരു കാര്യം, ഒരു ഈവൻ്റായിട്ടല്ല. നോട്ട് ജസ്റ്റ് ഈവൻറ്റ്സ്, കേവല സംഭവങ്ങളായിട്ടല്ല പൗലോസ്ലീഹ ഈ പാപത്തെയും മരണത്തെയും അവതരിപ്പിക്കുന്നത്. പിന്നെയോ അതിന് ശക്തിയുണ്ടെന്ന് പൗലോസ്ലീഹ അവതരിപ്പിക്കാറുണ്ട്. അതിനൊരു പവറുണ്ട്. ഈ പാപത്തിനും ഈ മരണത്തിനും ഒരു പവറുണ്ട്. ആ പവർ മനസ്സിലാക്കാം. അത് പാപത്തിൻ്റെ റെയിനിങ് പവർ, പാപത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തി. അത് കാണിക്കുന്നത് റോമാലേഖനം എടുത്ത് റോമ 5:21. റോമാലേഖനം 5:21. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ, അത്രയും പറഞ്ഞാൽ മതി. പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ. അപ്പോൾ പാപത്തിന് എന്തുണ്ടെന്ന്? പാപം ഒരു ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. പാപത്തിന് എന്തുണ്ട്? ആധിപത്യമുണ്ട് നമ്മുടെ മേൽ. സിൻ റെയിൻസ് ഓവർ അസ്, നമ്മുടെ മേൽ അതിങ്ങനെ അധികാരം, അതോറിറ്റി സ്ഥാപിക്കും പാപം. 2, ഡെത്ത്. ഈ മരണം നിസ്സാരക്കാരനല്ല, അത് നമ്മുടെ അവസാനത്തെ ശത്രുവാണ്. മരണം നമ്മുടെ അവസാനത്തെ ശത്രുവാണ്. അതിനെയാണ് കർത്താവ് തോൽപ്പിച്ചത്. അതാണ് 1 കൊറിന്തോസ് 15:26. 1 കൊറിന്തോസ് 15:26. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മരണം കേവലം ഒരു ഈവൻ്റ് മാത്രമല്ല, ദാറ്റ് ഈസ് അവർ ഫൈനൽ എനിമി. മരണമെന്ന അവസാനത്തെ ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തു, അവഗണിച്ചു വിട്ടു, അതിനെ അവോയ്ഡ് ചെയ്ത് വിട്ടു എന്നുള്ളതല്ല. ഡെത്ത് ഈസ് ഡിസ്ട്രോയിഡ്. അപ്പോൾ രണ്ടും മനസ്സിലായി. 2 വാക്കായിരുന്നു നമ്മൾ തുടങ്ങിയത് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവുദ്ധാനം പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലുമുള്ള വിജയമാണ്. ഇവിടെ പൗലോസ്ലീഹ അതേ അവതരിപ്പിക്കുന്നു. പാപം, മരണം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അത് ആധിപത്യത്തിൻ്റെ വിഷയമാണ്. ഇനി അതിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന പൗലോസ്ലീഹയിൽ നിന്ന്, ഈ തിരുവുദ്ധാനത്തിലൂടെ നമ്മൾ ഭാവിയിൽ തിരുവുദ്ധാനം അനുഭവിക്കുകയല്ല, ഈ മൊമെൻ്റ് തൊട്ട് സ്വാതന്ത്ര്യം, ലിബറേഷൻ. എവിടുന്ന്? പാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന്. പാപത്തിൻ്റെ മരണത്തിൻ്റെ കെട്ടിനെ പൊട്ടിച്ചവരായി ഇന്ന് ജീവിക്കാനുള്ള വിളിയാണ് കർത്താവിൻ്റെ തിരുവുദ്ധാനം നമുക്ക് സമ്മാനിക്കുന്നത്. റോമാലേഖനം 8:2. റോമ 8:2. എന്തെന്നാൽ ഈശോ മിശിഹായിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. രണ്ടും പിന്നെ ചേർന്ന് വരുന്ന കണ്ടോ? ഈശോ മിശിഹായിൽ നീ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രനായിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് നൽകുന്നത് സ്വാതന്ത്ര്യമാണ്. ഫ്രീഡം, സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയാണ്. പൗലോസ്ലീഹായുടെ പഠിപ്പീര് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാപം, മരണം കേവല സംഭവമല്ല, അത് അടിമത്തമാണ്. ആ അടിമത്തത്തെ കർത്താവ് തകർത്ത് നമുക്ക് എന്ത് നൽകിയിരിക്കുന്നു? സ്വാതന്ത്ര്യം, ഫ്രീഡം നൽകിയിരിക്കുന്നു. പിതാക്കന്മാരിലേക്ക് വരാം. അത്തനേഷ്യസ് പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്, കർത്താവ് മരിച്ചത് നോട്ട് മിയർലി ടു ഫോർഗീവ് സിൻ, പാപം പോക്കാൻ മാത്രമല്ല കർത്താവ് മരിച്ചത്, മറിച്ച് ടു ഡിഫീറ്റ് ഡെത്ത്, മരണത്തെ തോൽപ്പിക്കാനാണ്. എന്നിട്ട് അത്തനേഷ്യസ് പിതാവാണ് പറയുന്നത്, വൺസ് ഫിയേർഡ് നൗ മോക്ക്ഡ് ബൈ ചിൽഡ്രൻ. ഒരിക്കൽ മനുഷ്യർ ഭയപ്പെട്ടത് ഇന്ന് കുഞ്ഞുങ്ങളാലെ പോലും പരിഹാസത്തിൻ്റെ വിഷയമാകുന്നു, പരിഹസിക്കപ്പെടുന്നു മരണം. അപ്പോൾ കർത്താവ് കുരിശിൽ മരിച്ച് തിരുവുദ്ധാനം ചെയ്തപ്പോൾ അത് കേവലം നമ്മളോട് ക്ഷമിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി മരണത്തെ പരാജയപ്പെടുത്തി. ക്രിസോസ്റ്റം പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത് രസമാണ്, അത് കേട്ട് നോക്ക്, അത് കേട്ട് മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുത്ത് കുറിച്ചിടാൻ പറ്റുമെന്ന് നോക്കാം. ഡെത്ത് തോട്ട് ഇറ്റ് ഹാഡ് കൺസ്യൂംഡ് എ മാൻ. Death thought it had consumed a man, but encountered God himself. മരണം വിചാരിച്ചത് താൻ വിഴുങ്ങിയത് ഒരു മനുഷ്യനെയാണെന്നാണ്. പക്ഷെ മരണം ദൈവത്തെ കണ്ടുമുട്ടി.
മരണം ദൈവത്തെ കണ്ടുമുട്ടി വിറച്ചു പോയതാണ് തിരുവുത്ഥാനം. സെൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നത് അത് ഇതിനോട് ചേർന്ന് പോകുന്നതാണ്. ഡെത്ത് സ്വാലോഡ് ക്രൈസ്റ്റ്, മരണം മിശിഹായെ വിഴുങ്ങി. എന്നിട്ട് ഉപമിക്കുകയാണ്, ചില മീൻ ഈ ചൂണ്ട വിഴുങ്ങുന്ന പോലെ മരണം മിശിഹായെ വിഴുങ്ങി. പക്ഷേ ഈ വിഴുങ്ങിയത് ഡിവിനിറ്റി ആയിരുന്നു, ദൈവത്വത്തെയാണ് മരണം വിഴുങ്ങിയത്. ദൈവത്വം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി മരണത്തിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു. ഈ ചൂണ്ടക്കൊളുത്ത് ആ വിഴുങ്ങിയ മീനിൻ്റെ വയറ് കീറി അതിനെ തീർത്ത് കളഞ്ഞു. അതാണ് തിരുവുത്ഥാനം. നോക്കിക്കേ, ഇതല്ലാതെ ദൈവത്തിന് മരണത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇപ്പം മനസ്സിലാകുന്നില്ല എന്തിനാണ് ദൈവം മനുഷ്യനായതെന്നൊക്കെ. നമ്മൾ ബന്ധനത്തിലായിരുന്ന 2 മേഖല, പാപം, മരണം. കുരിശിൽ അവൻ നമ്മുടെ പാപം വഹിച്ചു, പാപത്തെ തോൽപ്പിച്ചു. മരണത്തിൽ ദൈവം മരണത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. മീനിൻ്റെ ഉള്ളിലേക്ക് ചൂണ്ട കയറുന്നത് പോലെ. മീൻ അറിഞ്ഞില്ല ഇത് ചൂണ്ടക്കൊളുത്താണ്, ഇരയാണെന്ന് കരുതിയാണ് മീൻ വിഴുങ്ങിയത്. മരണം മിശിഹായെ വിഴുങ്ങിയത് കേവല മനുഷ്യനാണെന്ന് കരുതി. പക്ഷേ ഈ ചൂണ്ടക്കൊളുത്ത് മീനിൻ്റെ വയറ് കീറി അതിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. മരണത്തെ മിശിഹ തോൽപ്പിച്ചു കളഞ്ഞു. യെസ്. ഇനി സഭയുടെ പഠിപ്പീര് CCC 654 റിസറക്ഷൻ ജസ്റ്റിഫൈസ് അസ് ആൻഡ് റിസ്റ്റോർസ് അസ്. കർത്താവിൻ്റെ തിരുവുത്ഥാനം നമ്മെ നീതീകരിക്കുന്നു, നമ്മെ നവീകരിക്കുന്നു. CCC 655 നമ്മുടെ തിരുവുത്ഥാനത്തിൻ്റെ ഉറവിടം കർത്താവിൻ്റെ ഉത്ഥാനമാണ്. ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് അവർ റിസറക്ഷൻ. അപ്പോൾ CCC റിസറക്ഷനെ കുറിച്ച് പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന കാര്യം. അനുദിന ജീവിത വ്യാപാരങ്ങളിലേക്ക് വരാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, ഫാമിലീസ് ഈ കാര്യം ശ്രദ്ധിച്ചേ. ഇത് കുടുംബങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതാണ്. അത് സമാധാനത്തോടെ ഒന്ന് കേട്ടിട്ട് കുടുംബങ്ങളിലൊന്ന് നടപ്പിലാക്കിയാൽ തിരുവുത്ഥാനത്തിൻ്റെ പ്രകാശം നമ്മുടെ വീട്ടകങ്ങളിൽ നിറയും. കുടുംബങ്ങളിൽ പൊതുവേ നമ്മൾ കാണുന്നതാണ് ഒന്ന് അൺഫോർഗീവ്നെസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുറിവുകളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്, പക്ഷെ പൊറുക്കാൻ പറ്റുന്നില്ല. അൺഫോർഗീവ്നെസ്, ഈഗോ, പ്രൈഡ്, ഞാനെന്ന ഭാവം, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നൊക്കെ പറയുന്ന, ഇതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി. ഇതൊക്കെ ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നില്ലേ? അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ, പ്രൈഡ്, ഈഗോ, പിന്നെ ഈ പറഞ്ഞ ശരി, ഇതാണ് ശരി എന്ന് പറയുന്ന വാശി പിടിക്കുന്നത്, ഇതൊക്കെ കുടുംബങ്ങളിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? പാപം ഭരിക്കുകയാണ് കുടുംബങ്ങളെ. സിൻ റെയിൻസ്, പാപം ഭരിക്കുകയാണ്. മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? തിരുവുത്ഥാനത്തിൻ്റെ ചൈതന്യം കുടുംബങ്ങളിലേക്ക് വരാൻ. വിക്ടറി വിൽ റീച്ച് യുവർ ഹോം. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ വിജയം നിങ്ങളുടെ കുടുംബങ്ങളിലെത്തും. എപ്പോൾ? വെൻ സമ്മൺ ഫോർഗീവ്സ് ഫസ്റ്റ്. ഒരാൾ ആദ്യം അങ്ങ് ക്ഷമിക്കുമ്പോൾ തിരുവുത്ഥാനത്തിൻ്റെ പ്രകാശം വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഒരു ദ്രോഹം ചെയ്തു. ആദ്യം ക്ഷമിക്കുന്ന ആരോ, അവിടെ തിരുവുത്ഥാനത്തിൻ്റെ പ്രകാശം വീട്ടിലേക്ക് വരിക. അല്ലെങ്കിൽ സമ്മൺ ഹംബിൾസ് ദംസെൽഫ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസമായിട്ട് മിണ്ടുന്നില്ലെന്നേ, വഴക്കുണ്ടാക്കിയിട്ട് ഒരു ദിവസമായി മിണ്ടാതിരുന്നിട്ട് 2 പേർക്കും എന്താ എളിമപ്പെടാൻ പറ്റുന്നില്ല. ഒരാൾ പോട്ടെ, ആത്മാഭിമാനമൊക്കെ വ്രണപ്പെടും, പക്ഷെ ഒരല്പം താന്ന് പോയി പോട്ടെ, നമുക്ക് മിണ്ടാം എന്ന് പറയുമ്പോൾ തിരുവുത്ഥാനത്തിൻ്റെ വിജയം ഭവനങ്ങളിലേക്ക് വരികയാണ്. വിക്ടറി റീച്ചസ് യുവർ ഹോം വെൻ സമ്മൺ ഹംബിൾസ് ദംസെൽവ്സ്. ഒരാൾ എളിമപ്പെടുമ്പോൾ തിരുവുത്ഥാനം ഭവനത്തിലെത്തുകയാണ്. അടുത്തത്, തിരുവുത്ഥാനത്തിൻ്റെ വിജയം ഭവനങ്ങളിലെത്തും. ആർക്കുമേൽ? പാപത്തിൻ്റെ മേലുള്ള വിജയം. എപ്പോഴെന്നറിയാമോ? വെൻ സമ്മൺ ചൂസസ് ലവ് ഓവർ ബീങ് റൈറ്റ്. ഈ ശരി, എൻ്റെ ശരി എന്ന് പറയുന്നതിൻ്റെ മുകളിലോട്ട് സ്നേഹം വളരുമ്പോൾ, ഇതിപ്പോൾ ഞാൻ പറയുന്നതിന് വ്യത്യസ്ത അഭിപ്രായമാണ് അവളുടേത്, അവൻ്റെത്. പക്ഷേ വ്യത്യസ്തതകൾക്കപ്പുറത്ത് അതിൻ്റെ മുകളിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവളെ സ്നേഹിക്കുന്നു. ഒത്തിരി നല്ല കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത് 2 പേർക്കും ഒരേ അഭിപ്രായം ഉള്ളത് കൊണ്ടോ, ഒരാൾ പറയുന്ന ശരിയെ മറ്റാളുടെ അംഗീകരിച്ച് തരുന്നതുകൊണ്ടൊന്നും അല്ല. വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആ വഴക്കുകൾക്ക് മുകളിൽ, ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയന് മുകളിൽ അവരെന്തിനെ വെച്ചിട്ടുണ്ട്? അവർ തമ്മിലുള്ള സ്നേഹത്തെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. യുവജനങ്ങളോട് പറയാനുള്ളത്, ഇത് ബാക്കി ഓർത്ത് വെച്ചേക്കണേ. യൂത്ത്, for all those youth out there, listen carefully. You are not fighting for victory. You are fighting from victory.
യു ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, ബട്ട് യു ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. വെൻ യു ആർ ഫൈറ്റിംഗ് ഫോർ വിക്ടറി, നിങ്ങൾ കർത്താവിനെ മറന്നു പോവുകയാണ്. വിജയം കർത്താവ് സമ്മാനിച്ചു. ആ വിജയത്തിൻ്റെ മുകളിൽ ആണ് നിങ്ങൾ ഇനി യുദ്ധം ചെയ്യേണ്ടത്. യു ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, യു ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. ഈ കർത്താവ് പാപത്തെ, മരണത്തെ തോൽപ്പിച്ചു എന്ന ധ്യാനമില്ലേ, ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ മരണഭയം. മരണഭയമുള്ള ഒത്തിരി പേരുണ്ട്. മരിക്കാൻ പേടിയാണ്. പ്രത്യേകിച്ച് ഒരു പ്രായം എത്തിയെന്ന് അവർക്കും ചുറ്റുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ പേടിയാണ് മരണത്തെ പേടിക്കാതിരിക്കണമെങ്കിൽ ഉദ്ധിതനെ ധ്യാനിക്കണം. കർത്താവ് ഇതിനെ തകർത്തതാണ്. ഇതിനപ്പുറത്ത് എൻ്റെ കർത്താവ് ഉണ്ടെന്ന് തിരിച്ചറിയണം. മരണത്തിൻ്റെ മുറിവ് പേറുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണത്താൽ ഉലഞ്ഞു പോയവർ, ഇപ്പോഴും അത് ശരിയാകാത്തവർ. അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ 2-3 പേരോട് അങ്ങനെയുള്ളവരോട് സംസാരിച്ചു. മക്കളെ നഷ്ടപ്പെട്ടു പോയവർ, മക്കളുടെ മരണം കൊണ്ട് തകർന്നു പോയവർ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വന്ന നഷ്ടത്തെ, നിങ്ങൾക്ക് വന്ന ഭീകരവേദനയെ ഞങ്ങളെല്ലാവരും തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ കടന്നു പോയ ആ മരണത്തിലൂടെ നമ്മുടെ കർത്താവ് തമ്പുരാൻ അതിന് മുമ്പേ കടന്നു പോയിട്ടുണ്ട്. അവൻ വഴി വെട്ടിയിട്ടുണ്ട്. നിത്യതയിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കർത്താവിനോടൊപ്പം കാണും. സമർപ്പിച്ച് വിട്ടുകൊടുത്ത് മരണത്തിൻ്റെ മുറിവിനെ അവസാനിപ്പിച്ച്. അതിന് നമുക്ക് ശരിയാ ബലം പിടിച്ചാലൊന്നും പറ്റില്ല. അത് കടന്നു പോയവർക്കല്ലേ നൊമ്പരം അറിയാവുന്നത്. ഉയർത്തെഴുന്നേറ്റവൻ്റെ അടുത്തേക്ക് ചെന്നേ. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, മരണത്തെ തോൽപ്പിച്ചവനെ, എൻ്റെ മരണഭയത്തെ എടുത്തു മാറ്റണേ. ഞാൻ ഏറ്റ മരണത്തിൻ്റെ മുറിവിനെ സുഖപ്പെടുത്തണേ. ഉയർത്തെഴുന്നേറ്റവനെ, മരണത്തെ തോൽപ്പിച്ചവനെ, എൻ്റെ മരണഭയത്തെ എടുത്തു മാറ്റണേ. ഞാൻ ഏറ്റ മരണത്തിൻ്റെ മുറിവിനെ എന്നിൽ നിന്ന് മാറ്റണേ, എന്നെ സുഖപ്പെടുത്തണേ. ഇപ്പം കിട്ടിയതാ കേട്ടോ, ഇപ്പം കിട്ടിയ പ്രാർത്ഥന. എനിക്ക് അറിഞ്ഞുകൂടാൻ പറഞ്ഞു വന്ന വഴിക്ക്, പക്ഷെ അതിനകത്തൊരു ആത്മാവുണ്ട്. ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവുണ്ട്. ഉയർത്തെഴുന്നേറ്റവനെ, മരണത്തെ പരാജയപ്പെടുത്തിയവനെ, എൻ്റെ മരണഭയത്തെ എടുത്തു മാറ്റണേ. ഞാൻ ഏറ്റ മരണത്തിൻ്റെ മുറിവിനെ, അങ്ങനെ വെച്ചാൽ എന്താ, പ്രിയപ്പെട്ടവരാരുടെയോ മരണത്തിൻ്റെ മുറിവ്, ഞാൻ ഏറ്റ മരണത്തിൻ്റെ മുറിവിനെ സുഖപ്പെടുത്തണമേ. ഉയർത്തെഴുന്നേറ്റവനെ, മരണത്തെ പരാജയപ്പെടുത്തിയവനെ, എൻ്റെ മരണഭയത്തെ എടുത്തു മാറ്റണേ. ഞാൻ ഏറ്റ മരണത്തിൻ്റെ മുറിവിനെ സുഖപ്പെടുത്തണേ. മരണത്തെക്കുറിച്ചുള്ള മേഖലയിൽ കർത്താവ് തരുന്നൊരു സൗഖ്യം നമുക്ക് അനുഭവിക്കാം. ചെറിയ 2 ഹോംവർക്ക്. ഒന്നാമത്തത്, റിജക്റ്റ് 1 ഹാബിച്വൽ സിൻ. ഈ തഴക്ക ദോഷം എന്നൊക്കെ പറയത്തില്ലേ, ശീലമായി മാറിയൊരു പാപം ഒന്നില്ലേ, അതിനെ ഒഴിവാക്കാൻ, ഒരെണ്ണത്തിന് ഒഴിവാക്കാൻ ആഗ്രഹിച്ച് ഇന്ന് ഈ ധ്യാനത്തിൻ്റെ അവസാനം പ്രാർത്ഥിച്ച്. 2, ഫേസ് 1 ഫിയർ വിത്ത് ഫെയ്ത്ത്. പല ഭയങ്ങളുണ്ട് നമുക്ക്. അതിലൊരു ഭയത്തെ സോർട്ട് ഔട്ട് ചെയ്യുക. അതിനെ കർത്താവിൻ്റെ കൈ പിടിച്ച് തൻ്റെ ഇടത്തോടെ ഫേസ് ചെയ്തേ. ഇപ്പം ഞാൻ കുട്ടികളോട് ക്ലാസ്സിലൊക്കെ പറയും, ജീവിതത്തിൽ ഇന്ന് വരെ എഴുന്നേറ്റ് നിൽക്കാൻ മടിയാണോ? അതിനെ കർത്താവിൻ്റെ കൈ പിടിച്ച് അതിനെ അങ്ങോട്ട് ഫേസ് ചെയ്തേ. എഴുന്നേറ്റ് അങ്ങോട്ട് നിന്ന് കഴിയുമ്പോൾ കിട്ടുന്നൊരു അഭിമാനമുണ്ട്, കർത്താവിലുള്ള സന്തോഷം. നീ ഭയപ്പെടുന്ന ഒന്നിനെ നീ നേരിടാൻ കർത്താവിൻ്റെ കൈ പിടിക്കുക, ഇറങ്ങിച്ചെല്ലുക. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, യു ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി. നമ്മൾ വിജയത്തിന് വേണ്ടി പോരാടുകയല്ല, യു ആർ ലിവിങ് ഫ്രം എ വിക്ടറി ഓൾറെഡി വൺ. മുമ്പേ തന്നെ ജയിച്ചെടുത്തൊരു യുദ്ധത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കായി സമ്മാനിക്കപ്പെട്ടൊരു വിജയത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഉയർത്തെഴുന്നേറ്റവനെ, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ വിജയം പ്രഖ്യാപിച്ചവനെ, പാപത്തിൻ്റെ മരണത്തിൻ്റെ ചങ്ങലകളെ ഭേദിക്കാൻ നിൻ്റെ ഉദ്ധാനത്തിൻ്റെ പ്രകാശം ഞങ്ങളിൽ നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.